നമസ്തേ. കഥകളത്തി സാഗരത്തിലേക്ക് സ്വാഗതം. ഞാൻ മാലതി വാര്യർ, നിങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട മാലതി ചേച്ചി. നമ്മളിപ്പോൾ എൻ്റെ ചാനലാണല്ലോ കഥകളതി സാഗരം. എനിക്കൊരു സന്തോഷമാണ് ഈ ചാനലിലൂടെ ഒരു കഥ പറയുമ്പോൾ. പ്രത്യേകിച്ച് ഞാൻ ഉദ്ദേശിക്കുന്നത് കുട്ടികൾ ഈ കഥകളൊക്കെ കേൾക്കണം എന്നുള്ളതാണ്. വലിയവർ കേട്ട് കുട്ടികളെ അതിനെ പ്രോത്സാഹിപ്പിക്കുക, അത്രയും ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഉത്തര കേരളത്തിൻ്റെ തനതായ ചില പൈതൃക സമ്പാദ്യങ്ങളാണ് വടക്കൻ പാട്ടുകൾ. അതിൻ്റെ ആ സാഹചര്യങ്ങൾ, അതൊക്കെ സംഭവിച്ചിട്ടുള്ള കഥകളാണ്. അതെല്ലാം ഉത്തര കേരളത്തിലാണ്. ലോകനാർകാവും തച്ചോളി മാണിക്യോത്ത് വീടും മേപ്പയിൽ മാണിക്യോത്ത് വീടും ആരോമൽ ചേകവരുടെ പുത്തൂരം വീടും പയ്യമ്പള്ളി ചന്തു, ഈ സ്ഥലങ്ങളും കാര്യങ്ങളും തറവാടുകളും എല്ലാം ഉത്തര കേരളത്തിലാണ്. അതുകൊണ്ട് ഉത്തര കേരളത്തിൻ്റെ സ്വന്തമാണ് വടക്കൻ പാട്ടുകൾ, ആ സാഹിത്യശാഖ. അതിൽ നമ്മളിപ്പോൾ ഒതേനൻ്റെ കഥകളെ പറ്റിയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒതേനൻ 32ാമത്തെ വയസ്സിൽ നിര്യാതനായി. അതിനോടിടയ്ക്ക് 64 അംഗം പുറപ്പെട്ട് പോയി ജയിച്ച് തിരിച്ചു വന്നിട്ടുള്ള ആളാണ്. ഇനി അടുത്തതായിട്ട് ഒതേനനും കോഴിക്കോട് സാമൂതിരിയും തമ്മിൽ വളരെ സൗഹൃദമാണ് അവർ തമ്മിലുണ്ടായ സൗഹൃദത്തിൻ്റെ ഒരു ഒതേനൻ്റെ ജീവിതത്തിൽ സാമൂതിരിക്ക് വേണ്ടി ചെയ്ത സേവനം, അല്ലെങ്കിൽ സാമൂതിരി ഒതേനനെ അഭിനന്ദിച്ച ഒരു കാര്യം എന്നൊക്കെ പറയാം. എങ്ങനെ വേണമെങ്കിൽ വിചാരിക്കാം. ജീവിതത്തിലൊരു സംഭവമാണ്. അപ്പോൾ ഒരു പൊയ്ത്ത് അംഗം തീരുമാനിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അംഗത്തിന് ആവശ്യമുള്ള സാധനങ്ങൾ, അതായത് വാളും പരിചയം കാര്യങ്ങളും, അപ്പം അംഗത്തിന് വേണ്ടിയിട്ട് പോകുമ്പോൾ അലങ്കാരത്തോടു കൂടി ആഘോഷത്തോടു കൂടിയൊക്കെയാണ് പോകുക. അങ്ങനെ പോകുമ്പോൾ അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കോഴിക്കോട് അങ്ങാടിയിൽ നിന്നാണ് ഒതേനൻ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്. അതെന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ, കോഴിക്കോട് അങ്ങാടിയിൽ അമ്പുച്ചെട്ടി എന്നൊരാൾ കച്ചവടം നടത്തുന്നുണ്ട്. അയാളുടെ കടയിൽ നിന്നും പുതിയ സാധനങ്ങൾ, ഒരു 700 പണത്തിൻ്റെ പുതിയ സാധനങ്ങൾ ഒതേനന് ആവശ്യമുണ്ട്. ഒതേനനും ചാപ്പാനും കൂടിയിട്ട് അങ്ങനെ പോവുകയാണ്. അത് വാങ്ങാനായിട്ട് കോഴിക്കോട് പോവുകയാണ്. കോഴിക്കോട്ടങ്ങാടി പോവാനാണ് തച്ചോളി നല്ലോ മന കുഞ്ഞോദേനൻ, കോഴിക്കോട്ടങ്ങാടി പോവാനാണ്. അങ്ങനെ പോവാനായിട്ട് പോവുകയാണ്. എന്തിനു വേണ്ടിയാണ് പോണേന്നുള്ള, പട്ടായിട്ടും പട്ടുനൂലായിട്ടും വാളിനൊരുമാവും ചെണ്ടായിട്ടും കൈപ്പടത്തണ്ടു ചരടായിട്ടും 700 പണത്തിൻ്റെ ചരക്കു വേണം. അതായത് വാളുമ്മേ നമ്മളെ ഇടയ്ക്ക അങ്ങനെയൊക്കെയുള്ള സംഗീതോപകരണങ്ങളുമൊക്കെ ഇങ്ങനെ കുഞ്ചലം പോലെയൊക്കെ കെട്ടിയിട്ടിട്ടില്ലേ, അതുപോലെ വാളിൻ്റെ പിടിയിലൊക്കെ കെട്ടിത്തൂക്കിയിടുന്ന നല്ല നിറങ്ങളുള്ള കമ്പിളി നൂല് പോലത്തെ അതൊക്കെ ഉണ്ടൊക്കെ കെട്ടിയിടാനുള്ളതായിട്ടുള്ള സാധനങ്ങളാണ്. അത് വാങ്ങാനായിട്ട് പോവുക. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പോകുന്ന അത് പുറമേരി കോലൂം എന്ന് പറയുന്ന ഒരു കോലൂത്തിൻ്റെ പടിക്ക കൂടിയാണ് പോണേ, ഗോപുരപ്പടിക്ക കൂടി. അപ്പോൾ ഗോപുരത്തിൻ്റെ അവിടെ നിന്ന് നോക്കിയപ്പോൾ അവിടെ വെന്നപ്പാലം കുങ്കൻ എന്ന് പറയുന്ന ഒരു സേനാനായകൻ, ആരുടെ, പുറമേരിക്കോലൂത്തെ തമ്പുരാൻ്റെ സേനാനായകനാണ് വെന്നപ്പാല കുങ്കൻ. ആ കുങ്കൻ കണ്ടു, ദൂരെന്ന് കണ്ടു തച്ചോളി മാണിക്യോത്തെ കുഞ്ഞോദേനനും ചാപ്പാനും കുറേ ചുമട്ടുകാരും ഒക്കെ കൂടി വരുന്നുണ്ട് എന്ന് ഇവിടെ വന്ന് പറഞ്ഞു. അപ്പോൾ പുറമേരി തമ്പുരാൻ എന്ത് പറഞ്ഞു, ഒതേനൻ എൻ്റെ ഒരു സുഹൃത്തും കൂടിയാണ്, ഒതേനനോട് ഇവിടെ കയറി വന്നിരുന്ന് വിശ്രമിക്കാമെന്ന് പറയൂ എന്ന് പറഞ്ഞു. വേഗം കുങ്കൻ ചെന്ന് തമ്പുരാൻ്റെ ഭൃത്യന്മാർ ചെന്നിട്ട്, കുഞ്ഞോദേന, മാണിക്യത്തെ കുഞ്ഞോദേന വരൂ, തമ്പുരാൻ വിളിക്കുന്നു, ഇവിടെ വന്ന് അദ്ദേഹത്തിൻ്റെ സൽക്കാരം സ്വീകരിച്ചു പോകാം. വേഗം തന്നെ ഒതേനക്കുറുപ്പും പരിവാരങ്ങളും ഒക്കെ കൂടെ പുറമേരി കോലൂത്തേക്ക് ചെന്നു. അവിടെ ചെന്ന് കോലൂത്ത് നല്ല സൽക്കാരമൊക്കെ ആയിരുന്നു.
അവിടെ ചെന്നപ്പോൾ പുറമേരിക്കോലുമാണ് തമ്പുരാനെ കണ്ട വഴിക്ക് തന്നെ തച്ചോളി ഉദയനൻ എന്തു ചെയ്തു എന്നറിയാമോ? വേഗം തന്നെ ആ പാദം തൊട്ട് വണങ്ങി അദ്ദേഹത്തിൻ്റെ പാദം വന്ദിച്ചു. വളരെ ആദരവോടെയാണ് തമ്പുരാനെ കണ്ടത്. തമ്പുരാൻ തിരിച്ച് ഇങ്ങോട്ടും എന്നിട്ട് എവിടെ പുറപ്പാട് കുഞ്ഞോദേന, എവിടേക്ക് അപ്പം എല്ലാവരെയൊക്കെ കൂട്ടി ഇങ്ങനെ പോണത് എന്ന് ചോദിച്ചു. അപ്പോൾ ഉദയനൻ അതിന് മറുപടിയായിട്ട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, കുംഭമാസം 10-നും 11-നും, കുംഭമാസത്തിൽ 10ഉം 11ഉം ദിവസങ്ങളിലായിട്ട് മയ്യലേ അങ്കക്കളരിക്കലേ അങ്കത്തുളുനാടൻ കണ്ണനോട് പൊയ്ത്തു കുറിച്ചിന ഞാനേ ഓളി. ഞാൻ ഒരു കണ്ണൻ എന്ന് പറഞ്ഞിട്ടൊരാളുണ്ട്, തുളുനാടൻ കണ്ണൻ, വലിയ പയറ്റ് വിദഗ്ധനാണ്, നല്ലൊരു അങ്കച്ചേക്കവരാണ്. പക്ഷെ അദ്ദേഹത്തിനോട് ഞാൻ പൊയ്ത്തു കുറിച്ചേക്കുക. അപ്പം അതിന് മുൻപായിട്ട് എനിക്ക് പട്ടായിട്ടും പട്ടുനൂലായിട്ടും വാളിൻ്റെ ഉമ്മവും കൈപ്പടത്തണ്ട് ചരടായിട്ടും ഒക്കെ കുറേ സാധനങ്ങൾ വാങ്ങണം. അത് കോഴിക്കോട് അങ്ങാടിയിലുള്ള അമ്പുചട്ടിയുടെ കടയിൽ നിന്ന് വാങ്ങണം. അതിനായിട്ട് പോകുകയാണെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ പുറമേരി തമ്പുരാൻ പറഞ്ഞു, ഒതേനാ, അമ്പുചട്ടി ആളത്ര സുമാറുകാരനൊന്നുമല്ല, കച്ചവടക്കാരനൊക്കെ ആണെങ്കിലും. അതുകൊണ്ട് നീയാണെങ്കിലും നീ അത്ര ശരിയൊന്നുമല്ലടാ, നിനക്ക് ഭയങ്കര ശുണ്ടി ദേഷ്യമല്ലേ, മൂക്കത്തല്ലേ നിനക്ക് ശുണ്ടി, വളരെ പെട്ടെന്ന് ശുണ്ടി വരില്ലേ. നീ കോഴിക്കോട്ട് അങ്ങാടിയെ ചെന്ന് ആ നഗരം മുടിപ്പിക്കും. അമ്പുമായിട്ട് നീ വഴക്കും വയ്യാവേലിയൊക്കെ ഉണ്ടാക്കും. അതുകൊണ്ട് നീ പോണ്ടാതേന, നീ ഇവിടെ വിശ്രമിക്കുക. ഞാനൊരു കാര്യം, നിനക്ക് ഈ സാധനങ്ങളൊക്കെ കിട്ടുമല്ലേ വേണ്ടു. വെന്നപ്പാലംകോറോത്ത് കുങ്കനെയോ, എൻ്റെ സേനാനായകനാണ് വെന്നപ്പാലംകോറോത്ത് കുങ്കൻ. ഞാൻ കുങ്കനെ പറഞ്ഞയച്ച് നിനക്ക് ഈ പറഞ്ഞ കുങ്കനെ തന്നെ കൊണ്ടുവന്നിട്ട് അവിടെ പോയിട്ട് ചെട്ടിയുടെ പീടികയിൽ നിന്ന് തന്നെ 700 പണത്തിന് വേണ്ടതായ പട്ടായിട്ടും പട്ടുനൂലായിട്ടും വാളിൻ്റുമ്മം പെയ്ത്തായിട്ടും ഇതൊക്കെ ഞാൻ വാളിനൊരുമ്മവും ചെണ്ടായിട്ടും വാളിന്മ കെട്ടിത്തൂക്കാനുള്ള ചെണ്ട് വാങ്ങിക്കാനുള്ള സാധനങ്ങളും എല്ലാ സാധനങ്ങളും ഞാൻ കുങ്കനെ വിട്ട് പറഞ്ഞയപ്പിക്കാം. നീ പോണ്ട, നീ പോയിട്ടുണ്ടെങ്കിൽ നഗരം മുച്ചൂടും നശിപ്പിക്കും, നിനക്ക് ദേഷ്യം വരും, നീ അങ്കച്ചട്ടിയൊക്കെ കൊല്ലും എന്നൊക്കെ പറഞ്ഞു. തമ്പി ഭേദം കുങ്കനാണെന്ന് കരുതിയിട്ടാണ് പുറമേരി തമ്പുരാൻ പറഞ്ഞത്. ശരി കുങ്കൻ ഉടനെ തന്നെ എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ, ഞാൻ ഇവിടെ ഇരുന്നോളാം, നീ ഒരു 3 നാൾ ഇവിടെ താമസിക്കുക സുഖമായിട്ട്, നമുക്ക് വർത്തമാനം പറഞ്ഞും പകിട കളിച്ചും ഒക്കെ ഇവിടെ കൂടാം. അപ്പോഴേക്കും കുങ്കൻ പോയി ആ സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വരും. നിനക്ക് എന്നിട്ട് മേപ്പത്ത് മാണിക്കോത്തേക്ക് പോകാനുള്ള സമയമുണ്ട് തോന്നുന്നു. അത് സമ്മതിച്ചു. വേഗം ഈ വെന്നപ്പാലം കുങ്കനെ വിളിച്ചോണ്ട് വന്നു. വെന്നപ്പാലംകോറോത്ത് കുങ്കനെ ആളയച്ച് വിളിപ്പിച്ചു. എന്നിട്ട് ഈ പുറമേരി കോലും വാഴണ തമ്പുരാൻ എന്തു പറഞ്ഞു, വെന്നപ്പാടാ കുങ്ക, നീ ഒരു കാര്യം ചെയ്യണം, കോഴിക്കോട് അങ്ങാടിയെ പോയിട്ട് അമ്പൂച്ചട്ടിയുടെ കടയിൽ നിന്ന് ഈ ഒതേനന് വേണ്ടിയിട്ട് പട്ടും പട്ടുനൂലായിട്ടും വാളിൻ്റെ ഉമ്മവും ചെണ്ടായിട്ടും വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ച് കൊണ്ടുവരണം. 2-3 ദിവസത്തിനകത്ത് നീ പോയി തിരിച്ചു വരണം. അതുവരെ ഞാനും ഒതേനനും ഇവിടെ നിന്നെ കാത്തിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ കേട്ട വഴിക്ക് കുങ്കൻ എന്ത് ചെയ്തു? കുങ്കൻ നല്ല പോരാളിയാണ്, പുറമേരി തമ്പുരാൻ്റെ യോദ്ധാവാണ്, സേനാനായകനാണ്, നല്ല പോരാളിയാണ്, നല്ല വീറും ഉശിരും ഒക്കെ ഉണ്ട് താനും, ഒപ്പം പിടിക്കാം ഒതനോടൊപ്പം. എന്നാലും അയാൾ ആ ഒരു കാര്യം പറഞ്ഞു തമ്മിനെ, പുറമേരിക്കോലും വാണ തമ്പൂരാനെ. കുങ്കം പറയാണ്, പുറമേരിക്കോലും വാണ തമ്പൂരാനെ, എൻ്റെ പ്രഭു എൻ്റെ തമ്പൂരാനെ. എൻ്റെ പ്രഭുവാണ്, എൻ്റെ തമ്പൂരാനൊക്കെയാണ്. ഞാൻ ഈ നഗരത്തിൽ പോണ്ടയ്ക്കലും ഞാൻ ആ നഗരത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ തച്ചോളി നല്ലോമന കുഞ്ഞോദേനൻ. ഈ തച്ചോളി ഒതേനന് വേണ്ടിയല്ലേ പോണേ. ഒതേനൻ്റെ ഉറുമി തരാണ് എനിക്ക് ഒതേനൻ്റെ ഉറുമി തരണം. അപ്പോൾ കുങ്കൻ വിചാരിച്ചേക്കണത് തച്ചോളി ഒതേനൻ്റെ ഉറുമി അങ്ങ് കിട്ടിയാൽ ഉറുമി വെച്ച് എനിക്ക് നല്ല യുദ്ധം ചെയ്യാം, അംഗം കുറിക്കാം, അവിടെയുള്ള എതിരാളികളെയൊക്കെ കൊല്ലാൻ സാധിക്കുമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ തച്ചോളി കുഞ്ഞോദേനൻ പറഞ്ഞു, തരാൻ വിരോധമൊന്നുമില്ല,
കുഞ്ഞിക്കുങ്ക എൻ്റെ ഉറമിവാൾ ഇതാണ്, എൻ്റെ ഉറുമിവാൾ ഇതാണെന്ന് പറഞ്ഞ് കയ്യിലെടുത്തു. പക്ഷെ ഇതിനൊരു കാര്യമുണ്ട്. എന്താ? പടിഞ്ഞാറ്റേന്തി പോറങ്കി പിന്നെ ആ വാള് പടിഞ്ഞാറ്റിയിൽ നിന്ന് പുറത്തേക്ക് ഇങ്ങോട്ട് കടന്നു വന്നാൽ പിന്നെ ചോര കണ്ടേയുറുമി മടങ്ങൂ കുങ്ക. പിന്നെ ചോര കുടിച്ചല്ലാണ്ട് ആ ഉറുമി പുറത്തു പോവില്ല എന്ന് പറഞ്ഞാൽ നിനക്ക് യുദ്ധം ചെയ്യേണ്ടി വരും, അതാണ് കഥ എന്നുള്ളത് പറഞ്ഞു. അതൊക്കെ ആയിക്കോട്ടെ, അങ്ങനെയൊക്കെ ആയിക്കോട്ടെ. ഞാൻ ഉറുമി കൊടുത്തു. ഉദയനൻ വെണ്ണപ്പാലങ്കോറത്ത് കുഞ്ഞിക്കുങ്കൻ ചമയങ്ങളൊക്കെ ചമഞ്ഞു. ഉദയനൻ്റെ ഉറുമിയും കൊണ്ടുപോയി. അങ്ങനെ നടന്നു പോകുമ്പോൾ മടക്കേരി കോട്ടവാണ പെറ്റൊരമ. മടക്കേരി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് വലിയൊരു കോട്ടയുണ്ട്. ആ കോട്ടയിൽ അവിടുത്തെ ആ കോട്ടയുടെ അമ്മ പടിപ്പുരയിൽ നിന്ന് ഈ കുങ്കൻ പാറ കുങ്കൻ പുറമേരി തമ്പുരാൻ്റെ സേനാനായകൻ കുങ്കൻ വരണത് കണ്ടു. അപ്പോൾ പറഞ്ഞു, നീ നല്ല നായരല്ലേടാ. അപ്പോൾ ആ മടക്കേരി അമ്മയുടെ മകൻ കുഞ്ഞിക്കണ്ണൻ ഒരംഗത്തിന് പോയിട്ട് മരിച്ചിട്ട് അതിൻ്റെ ഉറുമി അവിടെ കെട്ടി തൂക്കിയിട്ടേക്കുക, അങ്ങനെ കെട്ടി തൂക്കിയിട്ടേക്കുക. അപ്പോൾ ആ അമ്മ പറയാ, എൻ്റെ മകൻ കണ്ണൻ ഇന്നെന്നെ മരിച്ചേരത്ത്. ആ കണ്ണൻ മരിച്ചുപോയി. കണ്ണൻ്റെ ഉറുമി കണ്ണൻ്റെ ഉറുമി ഇപ്പോഴും അയമൽ ഇങ്ങനെ കെട്ടി തൂക്കിയിട്ടേക്കുകയാണ്. അയക്കമേ ഉயிருള്ള നായരെ കണ്ടെങ്കിലും നിനക്ക് നല്ല ഉയിരുണ്ടോ, ഉയിരുണ്ടോ, ശൂരതയുണ്ടോ, എന്നാൽ നീ ഒന്ന് വന്ന് കയറ്. എൻ്റെ മരിച്ചുപോയ എൻ്റെ മകൻ ഉണ്ണിക്കണ്ണൻ്റെ ആ വാളുണ്ടല്ലോ, അത് അവിടെ കിടന്ന് പെട്ടച്ച് തുള്ളും ഉயிருള്ള നായന്മാരെ കണ്ട. അത്രയ്ക്ക് ഉശിരുള്ളവനായിരുന്നു എൻ്റെ മകൻ ഉണ്ണിക്കണ്ണൻ. അതുകൊണ്ട് നീ വന്നിക്ക. വേഗം തന്നെ ഇത് കേട്ട വഴിക്ക് കുങ്കനെ എന്ത് ചെയ്തു, വേഗം മടക്കേരി കോവിലത്തേക്ക് അങ്ങോട്ട് ചെന്നു. അവിടെ ചെന്നു, പടിഞ്ഞാറ്റി ചെന്നു നോക്കുമ്പോൾ എന്താ, ഉറുമിവാള് അയേ കിടന്ന് പിടച്ച് തുള്ളി ചാടേ വീണപ്പോൾ വേഗം ആ വാളിഞ്ഞ് പിടിച്ചെടുത്തു. മടക്കേരി കോട്ടവാണ പെറ്റൊരമ്മേ എൻ്റെ ഉറുമിവാള് കാണോനോളി. എൻ്റെ ഉറുമിവാള് കാണണോ നിങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ട് ഈ വാള് കൊടുത്തിട്ട് ആ തുള്ളിക്കളിച്ച വാള് അവിടെ വച്ചിട്ട് ഉദയനൻ്റെ കയ്യിലുള്ള വാള് കാണിച്ചു കൊടുത്തു. എൻ്റെ വാളാണെന്ന് പറഞ്ഞ് കൊണ്ടുപോവുകയും ചെയ്തു. അവിടുന്ന് പോയി. അങ്ങനെ പോയി ഈ വെന്നിപ്പാലങ്കോറത്തെ കുഞ്ഞിക്കുങ്കൻ കോഴിക്കോട്ട് അങ്ങാടിയിൽ ചെന്നു. അമ്പുച്ചട്ടിയുടെ കടയിൽ ചെന്നു. അമ്പുച്ചട്ടിയുടെ കടയിൽ ചെന്നിട്ട് എന്ത് പറഞ്ഞു എന്നോ, എനിക്ക് എന്താ വന്നതെന്ന് ചോദിച്ചു അമ്പുച്ചട്ടി വലിയ കാര്യമായിട്ട്. അപ്പോൾ പറഞ്ഞു, ഞാൻ ഇവിടുത്തെ പുറമേരി തമ്പുരാൻ്റെ സേനാനായകനാണ്, എനിക്ക് 700 പണത്തിൻ്റെ ചരക്ക് വേണം, പുത്തനായിട്ട് വേണം. അത് പട്ട് വേണം, പട്ട് നൂലായിട്ട് വേണം, വാളിൻ്റെ ഒരു ഉമ്മം ചെണ്ടായിട്ടും വേണം. അതായത് കമ്പിളി നൂലുകൊണ്ട് ചെണ്ട് കെട്ടാനുള്ള സാമഗ്രികളൊക്കെ വേണം എന്ന് പറഞ്ഞു. അപ്പോൾ അമ്പുച്ചട്ടി എന്ത് പറഞ്ഞു, അതിന് വിരോധമൊന്നുമില്ല, തരാം. പക്ഷേ അമ്പുച്ചട്ടി ഇവനെ ഒന്ന് പരീക്ഷിക്കണം എന്നല്ല, ഇവൻ്റെ ക്ഷമയൊന്ന് പരീക്ഷിക്കണം എന്ന് വെച്ചിട്ട് ചരക്കൊന്നും കൊടുത്തില്ല. നല്ല ശുദ്ധമായിട്ടൊരു നുണയാ പറഞ്ഞു. എന്താണെന്നോ ആ നുണ, 2 ദിവസം ഇവിടെ താമസിക്കൂ, 2 ദിവസം. 3-ാം ദിവസം കപ്പലെടുക്കും. ഇപ്പോൾ ഈ തുറമുഖത്ത് കപ്പലെടുക്കും, കോഴിക്കോട്ട് തുറമുഖത്ത് കപ്പലെടുക്കും. ആ കപ്പലിൽ നിന്ന് ചരക്ക് ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ, ഇറക്കി ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ തരാം. അപ്പം നിങ്ങളിവിടെ ചെന്നോളൂ. എൻ്റെ വീട്ടിൽ നിങ്ങളൊരു കാര്യം ചെയ്യാം, ഇവിടുത്തെ പ്രസിദ്ധമായ ഈ അമ്പുച്ചട്ടിയുടെ തറവാട് വീടാണ്. എന്താ അതിൻ്റെ പേരെന്ന് വെച്ചാൽ, അന്നത്തെ കാലത്തെ ഒരു ആചാരം അനുസരിച്ച് എവിടെയെങ്കിലും അത്താഴം രാത്രി ഭക്ഷണം കഴിച്ച് അവിടെ ഒരു വിശ്രമം വേണമെന്നുണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയിട്ട് അരി കൊണ്ടു കൊടുക്കണം. അപ്പോൾ അവിടെയുള്ള സ്ത്രീകൾ അത്താഴം വച്ചു കൊടുക്കും. അങ്ങനെ ഒരു രീതിയാണ് അന്ന് സമൂഹത്തിലുണ്ടായിരുന്നത്. അതുകൊണ്ട് പറഞ്ഞു, നീ കോഴിക്കാലെടുത്തില അരി കൊടുക്കാൻ നീ പോയിട്ട് അത്താഴം ഉണ്ടോ പൊങ്ക. ഇവിടെ ഈ കടയിൽ കിടന്ന് പട്ടിണി എടുക്കൊന്നും വേണ്ട, നീ കോഴിക്കൽ എന്ന് വെച്ചാൽ അമ്പുച്ചട്ടിയുടെ വീട്ടിൽ അരി കൊണ്ട് കൊടുത്തിട്ട് ഊണ് കഴിച്ചോ എന്ന് പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ കുങ്കന് അഭിമാനം തോന്നിയില്ല. ഞാൻ ഈ കടയിൽ ഇവിടെ പട്ടിണി കിടന്നാലും വേണ്ടില്ല, ഞാനിപ്പോൾ ഒരു ദിക്കിലും അരി കൊണ്ട് കൊടുത്തിട്ട് അത്താഴുന്നാനായിട്ടൊന്നും പോണില്ല എന്ന് പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ ഈ അമ്പുച്ചട്ടി എന്ന് പറഞ്ഞു, ഞാൻ എൻ്റെ കടയിൽ ഒരു വലിയൊരു കൊല പഴം കെട്ടി തൂക്കിയിട്ടുണ്ട്. അത് കായക്കൊല കെട്ടി തൂക്കിയിട്ടുണ്ട്. അത് പഴുത്തു. ഇനിയിപ്പോൾ അതെങ്ങാനും ഉരിഞ്ഞ് തിന്നാം.
101 പടലുള്ള ഒരു കായ, ഒരു കുലക്കായ ഞാൻ എൻ്റെ കടയിൽ പീടികയിൽ തന്നെ ഞാൻ തൂക്കുന്നുണ്ട്. ഞാൻ എൻ്റെ പീടികയിൽ ഒരു കുലക്കായ കെട്ടി തൂക്കുന്നുണ്ട്. പക്ഷേ കൊലയമെന്ന് കായറ്റം ഇരിയരുത്. ഒരൊറ്റ കായ പോലും ആ കൊലയമെന്ന് നിനക്ക് ഉരിയാൻ പാടില്ല. നീ 2 ദിവസം അവിടെ പട്ടിണി എടുക്കുക തന്നെ വേണം. 3-ാം ദിവസം ചരക്ക് വന്നിട്ട് ചരക്കും കൊണ്ട് പോകണം. കൊലയമെന്ന് എങ്ങാനും നീ ഉരിഞ്ഞു പോയാൽ അപ്പം എന്തു പറഞ്ഞു? അത് ശരിയാവോ അമ്പുച്ചേട്ടി? ഞാൻ ആ കൊലയമെന്ന് ഒരു കായ ഉരിയും. ഞാനൊരു കായ അതിൽ നിന്ന് ഉരിയും എന്നുള്ള കാര്യം ഒരു കളിയായിട്ട് ഞാനൊരു കായ ഉരിയും. അപ്പം ചെട്ടിയാർ പറയണേ, കളിച്ചോണ്ടു വെന്നപ്പാലങ്കോറത്തു കുങ്കി കുഞ്ഞിക്കുങ്ക, കളിച്ചോണ്ടു നീയൊരു കായുരിഞ്ഞാൽ, നീയ് ആ കൊലയിൽ നിന്ന് കളിയായിട്ടൊരു കായെങ്ങാനും ഉരിഞ്ഞിട്ടുണ്ടെങ്കിൽ ശേഷിച്ച കായൊണ്ടും തണ്ടുകൊണ്ടും, ആ കായകൾ ബാക്കിയുള്ള കായ കൊണ്ടും തണ്ടുകൊണ്ടും ഞാൻ നിന്നെ ചിരിച്ചോണ്ട് ഞാനൊരടിയടിക്കും. ഞാൻ നിന്നെ തണ്ടെടുത്ത് കായ എടുത്തിട്ട് നിന്നെ ഞാൻ അടിക്കും എന്ന് പറഞ്ഞു. ആഹാ, അടിക്കുമോ? എന്നാൽ അതൊന്ന് കാണട്ടെ എന്ന് പറയല്ല, വേഗം തന്നെ ഈ കുഞ്ഞിക്കുങ്കൻ ഒരു കായ അങ്ങോട്ട് ഉരിഞ്ഞു. കായ ഉരിഞ്ഞു, അതിപ്പോൾ തന്നെ കാണട്ടെ എന്നുള്ള നിലയ്ക്ക് ചിരിച്ചോണ്ട് ചെട്ടി ഒരടിയടിച്ചു. പറഞ്ഞ പോലെ തന്നെ ചെട്ടി അടുത്ത കായ തണ്ടെടുത്തിട്ട് ഇതില്ലേ നമ്മുടെ കായയുടെ തണ്ട്, ആ തണ്ട് അങ്ങോട്ട് എടുത്തിട്ട് തണ്ട് പിടിച്ചിട്ട് ഒറ്റ അടി അങ്ങോട്ട് അടിച്ചു കുഞ്ഞിക്കുങ്കൻ ഒട്ടും അടിച്ചില്ല. ഉറുമി തിരിച്ചല്ലേ കൊത്തുന്നത്. ഉറുമി അങ്ങോട്ട് എടുത്തിട്ട്, അതന്നെ എൻ്റെ ഉറുമിയാന്ന് ഓർക്കണം കേട്ടോ, ആ ഉറുമി അങ്ങോട്ട് എടുത്തിട്ട് ചെരിച്ചങ്ങോട്ട് പിടിച്ചു. ഇങ്ങോട്ടൊരടി അങ്ങോട്ട് കൊടുത്ത് തിരിയുമ്പോഴത്തേക്ക് ഈ ഉറുമി ചെരിച്ചാൽ പിടിച്ചു. ഉടൻ തന്നെ എന്തുണ്ടായി? കോഴിക്കോട്ടങ്ങാടിയിലെ അമ്പുച്ചെട്ടി, കോഴിക്കോട്ടങ്ങാടിയിലെ വലിയ കച്ചവടക്കാരനാണ് അമ്പുച്ചെട്ടി. രാവുണ്ടു 2 കണ്ടം, വാളിൻ്റെ അവിടെ അങ്ങോട്ട് തിരിഞ്ഞ വഴിക്ക് വാള് ചെരിച്ചാൽ വെച്ചു. കഴുത്ത് വേർപെട്ടു അമ്പുച്ചട്ടിയുടെ കഥ തീർന്നു. നഗരം പിടിക്കാൻ വേറെ വല്ലതും വേണോ? ചട്ടിയുടെ ആൾക്കാരും ഒക്കെ ചുറ്റും കൂടി. ഇതൊക്കെ നടക്കണത് കോഴിക്കോട് വെച്ചിട്ടാ. പുറമേരി തമ്പുരാൻ്റെ സേനാനായകൻ കുഞ്ഞിക്കുങ്കൻ അമ്പുച്ചട്ടിയെ കൊന്നു. ഈ വിവരം പെട്ടെന്ന് അങ്ങോട്ട് അറിഞ്ഞു. കോഴിക്കോട് സാമൂതിരി അറിഞ്ഞു. 20 പേരെ പടനായകന്മാരെ ഈ വടക്കൂന്നെങ്ങാണ്ട് ഒരു നായർ വന്നിട്ടുണ്ട്, ഒരു കുങ്കൻ വന്നിട്ടുണ്ട്, കുഞ്ഞിക്കുങ്കൻ വന്നിട്ട്, വടക്കുന്നെങ്ങാണ്ട് ഒരാൾ വന്നിട്ടുണ്ട്, ഒരു നായരെന്ന് തന്നെയാണ് പറയണത്, പടനായർ വന്നിട്ട് അമ്പുച്ചട്ടിയെ കൊന്നു കോഴിക്കോട് നഗരത്തിലിട്ട് എന്ന് പറഞ്ഞു. ഉടൻ തന്നെ 20 പേര് വന്നു. 20 പേരെയും ഈ കുഞ്ഞിക്കുങ്കൻ വെട്ടി വീഴ്ത്തി. ആ വിവരം കോഴിക്കോട് ചെന്നറിഞ്ഞു കഴിഞ്ഞപ്പോൾ അടുത്തതായിട്ട് 300 നായന്മാരും കൂടി വന്നു. 300 നായന്മാർ വന്നു കഴിഞ്ഞവരെ 300 പേരെയും നേർക്കുനേർ നിന്ന് വെണ്ണിപ്പാല കുഞ്ഞിക്കുങ്കൻ വെട്ടി അരിഞ്ഞ് വീഴ്ത്തി. ഒക്കെ ചുറ്റും ശവങ്ങളൊക്കെ ചുറ്റും കൂട്ടിയിട്ടു. അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും കേട്ടവർക്ക് പേടി. സാമൂതിരി വിവരം അറിഞ്ഞു. പുറമേരി പിന്നീട് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത് എന്താന്ന് വെച്ചാൽ, ഇനിയിപ്പോൾ ഒരു നിവർത്തിയില്ല. ഈ വെണ്ണിപ്പാറ കുഞ്ഞിക്കുങ്കനെ ഏതു വിധത്തിലും പിടിച്ച് സാമൂതിരി കോവിലകത്തേക്ക് എത്തിക്കണം. അതിനുള്ള മാർഗം എന്താണെന്ന് ചിന്തിച്ചുകൊണ്ട് സാമൂതിരി അടുത്ത പടി കുങ്കനെ കൊടുക്കാനുള്ള വഴി, സാമൂതിരി കോവിലകത്തേക്ക് എത്തിക്കാനുള്ള മാർഗം ചിന്തിച്ചു കൊണ്ടിരുന്നു. ഇന്ന് ഞാനിവിടെ നിർത്തുക. സാമൂതിരി എങ്ങനെ കുഞ്ഞിക്കുങ്കനെ സാമൂതിരി കോവിലകത്തേക്ക് കൊണ്ടുപോകും എന്ന് നമുക്കൊന്ന് നോക്കാം. ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കേട്ടാലും
കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. നമ്മുടെ ഉത്തര കേരളത്തിലെ വീരനായകനായ തച്ചോളി ഒതേനൻ ഉൾക്കൊള്ളുന്ന കഥകൾ നമ്മൾ ഓർത്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ. അതിൽ ഇപ്പോൾ സാമൂതിരി കോവിലകത്തേക്ക് ഒതേനൻ പോകാനുള്ളൊരു പുറപ്പാടാണ് കാണുന്നത്. അടുത്തൊരാഴ്ച കഴിഞ്ഞ് 4 ദിവസം കഴിഞ്ഞ് അദ്ദേഹത്തിന് അംഗം ഉണ്ട്. എങ്ങനെ പുറമേരി തമ്പുരാൻ്റെ കുങ്കനെ എന്താവും ഇനി അദ്ദേഹത്തിൻ്റെ കഥ, ഇദ്ദേഹത്തിൻ്റെ ഈ പട്ടുനൂലും എങ്ങനെ കിട്ടും എന്നൊക്കെ നമുക്ക് അടുത്ത ദിവസം കാണാം. എല്ലാവർക്കും നന്ദി.